ഹലോ പ്രിയ പ്രേക്ഷകർ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ മലയാളം എന്ന ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്ലേ ബട്ടൺ കിട്ടാൻ മോണിറ്റൈസേഷൻ ആവശ്യമില്ല എന്ന ഒരു തമ്പനയിൽ കണ്ടുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ചാനലിലേക്ക് വന്നത്. പ്ലേ ബട്ടൺ കിട്ടാൻ ഇപ്പോൾ എന്നല്ല, പണ്ട് കാലത്തും മോണിറ്റൈസേഷൻ ആവശ്യമില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പ്ലേ ബട്ടൺ കിട്ടാൻ എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് എന്നുള്ളത് വളരെ പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. അഞ്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം 100K സബ്സ്ക്രൈബർ ആവുക എന്നുള്ളതാണ്. അതായത് 1,00,000 സബ്സ്ക്രൈബർ ആവുക എന്നുള്ളതാണ് ആദ്യത്തെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മാനദണ്ഡം എന്താണ്? 6 മാസത്തിനുള്ളിൽ ഒരു വീഡിയോ എങ്കിലും ചെയ്തിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും, പിന്നെ അത് നമ്മൾ അറിയാതെ കുറെ കാലം അങ്ങനെ ഓടി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു വീഡിയോസ് ഇട്ടിട്ട് 6 മാസത്തിന്റെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 6 മാസത്തിനുള്ളിൽ ഒരു വീഡിയോസ് എങ്കിലും ഇട്ടിരിക്കണം എന്നുള്ളതാണ് അടുത്ത ഒരു റൂൾസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായി എന്താണുള്ളത് നോക്കാം. നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ സജീവമായിട്ടുള്ള കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളോ ഉണ്ടാകരുത് എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇവിടെ കോപ്പിറൈറ്റ് ക്ലെയിം വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ്. കോപ്പിറൈറ്റ് ക്ലെയിം വലിയൊരു വിഷയമല്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഓഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ക്ലെയിമുകൾ വരാം, ചിലപ്പോൾ നമുക്ക് ആവശ്യമായി വരാം. അവിടെ നമുക്ക് എഴുതി കാണിക്കാറുണ്ട് പലപ്പോഴും ദിസ് ഈസ് നോട്ട് എഫക്ട് യുവർ ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എഴുതി കാണിക്കാറുമുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മുടെ പ്ലേ ബട്ടനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങളുടെ ചാനലിൽ മൊത്തം, അതായത് ഒരു 80-90% ഇതുപോലെയുള്ള ക്ലെയിമുകളാണ് എന്നുണ്ടെങ്കിൽ അതും ഒരുപക്ഷെ റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലെയിമുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടേതായ വീഡിയോസുകൾ ആയിരിക്കണം, നിങ്ങളുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ വീഡിയോസ് ആയിരിക്കണം എന്ന് യൂട്യൂബിന് ബോധ്യപ്പെടണം. യൂട്യൂബിന്റെ റിവ്യൂവിൽ അത് ബോധ്യപ്പെടണം എന്നുള്ളതാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വീഡിയോസ് കോപ്പി പേസ്റ്റ് ഒക്കെ ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെ. അതായത് മറ്റുള്ള വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിനെ കയറ്റാനൊക്കെ പറ്റും. അത്തരത്തിൽ നിങ്ങൾ കയറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിജക്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. എസ്പെഷ്യലി റീയൂസ്ഡ് കണ്ടന്റുകളൊക്കെ പെട്ടെന്ന് ഈ കാലത്ത് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ പോലെയുള്ളതാണെങ്കിൽ പോലും നമ്മളുടേതായ ചില അധ്വാനങ്ങൾ അതിൽ വേണം എന്നുള്ളത് പ്രത്യേകമായി മനസ്സിലാക്കുക. ഇനി അടുത്തത് എന്ന് പറയുന്നത് യൂട്യൂബിന്റെ നിയമങ്ങളെല്ലാം പാലിക്കുന്ന ഒരു ചാനൽ ആയിരിക്കണം എന്നുള്ളതും ഈ റിവ്യൂവിൽ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇനി നിങ്ങളുടേതായ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. അതായത് മുഖം കാണിക്കാത്ത ചാനലുകൾക്ക് നമുക്ക് ഈ 100% മുഖം കാണിക്കാത്ത ചാനലുകൾക്ക് കിട്ടും. കാരണം ഈ കുക്കിംഗ് ചാനൽ ആയാലും ചില ന്യൂസ് റീഡിംഗ് ചാനലുകൾ, അത്തരത്തിലുള്ള ഒരുപാട് ചാനലുകളൊക്കെ ഉണ്ടാവും സ്വന്തമായിട്ട് മുഖം കാണിക്കാത്ത. ചില മ്യൂസിക് ചാനലുകൾ, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത്തരം ചാനലുകൾക്കെല്ലാം കിട്ടും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മുടേതായ ക്രിയേറ്റിവിറ്റി അതിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്ലേ ബട്ടൺ അപേക്ഷിക്കാം എന്നുള്ളതാണ്. ഈ ഒരു കാര്യം യൂട്യൂബ് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ പല എഡ്യൂക്കേഷൻ ചാനലുകളായാൽ പോലും പലപ്പോഴും ഇവർ മോണിറ്റൈസേഷൻ ബട്ടൺ ഓഫ് ചെയ്യാറുണ്ട്. ചിലർ മെഡിക്കൽ ആയിട്ടുള്ള കുറെ ചാനലുകൾ, അതുപോലെ തന്നെ മതപരമായിട്ടുള്ള ചില ചാനലുകളൊക്കെ അവരുടെ മോണിറ്റൈസേഷൻ ബട്ടൺ അവർ ഓഫ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. ഇവിടെ ഈ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്യുന്നവരായാൽ പോലും ഈ 100K എന്നുള്ളത് ഒരിക്കലും അവരുടെ പ്ലേ ബട്ടന് ഒരു തടസ്സമാകരുത് എന്നുള്ള യൂട്യൂബിന്റെ നിർബന്ധമാണ്. മോണിറ്റൈസേഷൻ നിർബന്ധമില്ല എന്നുള്ള റൂൾസ് ഇതിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഷോർട്ട് വീഡിയോസ് ഒക്കെ നിരന്തരമായിട്ട് ചെയ്യുന്ന എന്റർടൈൻ ചാനലുകൾക്കൊക്കെ പെട്ടെന്ന് സബ് കയറാൻ സാധ്യതയുണ്ട്. അവർക്കൊക്കെ പെട്ടെന്ന് ഈ പ്ലേ ബട്ടൺ കിട്ടാവുന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പ്ലേ ബട്ടൺ കിട്ടാൻ ആവശ്യമായി ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ വർക്കുകളും നമ്മൾ ചെറിയൊരു പേയ്മെന്റോട് കൂടി ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ എന്നെ ബന്ധപ്പെടാം. പ്രിയപ്പെട്ടവരെ, അതേപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് പരമായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാം. അതേപോലെ തന്നെ എന്നോട് ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന പുതിയൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.